വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് സാങ്കേതിക സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ്. ഇത് സംബന്ധിച്ച പ്രമേയം KTU ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം പാസാക്കി. നേരത്തെ കേരള സർവകലാശാലയും പ്രതിനിധിയെ നൽകില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സർവകലാശാല ഇങ്ങനെയൊരു നിലപാടെടുത്തതിന് തൊട്ടു പിന്നാലെ സാങ്കേതിക സർവകലാശാലയുടെയും തീരുമാനം പുറത്തുവരുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യോഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? പ്രധാനമായും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ച് കമ്മിറ്റി, ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഇന്ന് ചേർന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം പരിശോധിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പ്രമേയവും യോഗം പാസാക്കിയത്. കഴിഞ്ഞ ഇതിന് തൊട്ടു മുൻപാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ കേരള സർവകലാശാലയും VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ടുള്ളൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ KTU സമാനമായ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ പ്രമേയം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നൽകുന്നതായിരിക്കും. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.